ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, നോമ്പിൻ്റെയൊക്കെ ക്ഷീണവും ദാഹവും ഒക്കെ അകറ്റാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ്. അതിൻ്റെ കുറച്ച് വെറൈറ്റീസും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ തിളപ്പിച്ചാറിയ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml വെള്ളവും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത്, 4 ഗ്ലാസ് പാലാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, ആ അളവിൽ വെള്ളം ചേർത്താൽ മതി. അതിൽ കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ആപ്പിളും അതുപോലെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ കുറച്ച്, കൂടുതൽ കടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 ഗ്ലാസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 200 ml ഒരു വലിയ ഗ്ലാസ്സാണ്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കസ്കസ് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാൽ മിക്സ് ചെയ്തതിൽ വേറെ ഒരു ഫ്ലേവറൊന്നും ചേർത്തിട്ടില്ല. പാലും ആ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തത് മാത്രമാണ് ചേർത്തത്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ബദാം, അതുപോലെ തന്നെ കേസർ, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് എക്സ്ട്രാ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ വെറൈറ്റീസ് കാണിക്കാം. നമ്മൾ ആ ഉണ്ടാക്കിയിട്ടുള്ള ആ മിൽക്കും സബ്ജാ സീഡും തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എല്ലാ ഗ്ലാസ്സിനകത്തേക്കും ഞാനിപ്പോൾ 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് സബ്ജാ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് നിറയെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റിലത്തത് നമ്മളെല്ലാവരുടെ വീട്ടിലും ഏലക്കാപ്പൊടിയൊക്കെ എന്തായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാം. പിന്നെ അത് പാല് മാത്രമാണ്, തിളപ്പിച്ചാറിയ പാലാണ്, നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ വളരെ. അപ്പോൾ ഞാൻ ഇതിൽ ഓരോന്നിലും ഓരോ ഫ്ലേവർ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നിൽ ബദാമിൻ്റെ ഫ്ലേവറാണ് ചേർക്കുന്നത്. ലേശം ഒരു യെല്ലോ കളർ കിട്ടും, ഒരു ചെറുതായിട്ടുള്ള യെല്ലോ കളറ്. പിന്നെ ഇത് കൂടുതൽ ചേർക്കരുത്. ഇപ്പോൾ 200 ml ഗ്ലാസ് ആണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ ഡ്രോപ്പ് ചേർക്കുകയോ ചെയ്യരുത്. ഭയങ്കര ഫ്ലേവർ കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാനേ പറ്റില്ല. ഇതിൻ്റെ ഫ്ലേവർ നമുക്കൊരു മടുപ്പ് വരുന്നൊരു ഫ്ലേവറായിരിക്കും അപ്പോൾ ഉണ്ടാവുക. അപ്പം കളറ് കൂടുതൽ കിട്ടണമെന്ന് കരുതി കൂടുതൽ ഈ ഫ്ലേവർ ചേർത്ത് കൊടുക്കരുത്. പിന്നെ മൂന്നാമത്തേതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് സ്ട്രോബെറിയാണ്. അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളത്, ഇത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു കളറിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി അടുത്തതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് വാനില എസൻസ് ആണ്. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്ലേവറിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് കാണിക്കുന്നതെന്നേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഈ ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പാല് റെഡിയാക്കി എടുത്താൽ നിങ്ങൾക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ചേർത്തിട്ടുള്ള മാംഗോയുടെ ഫ്ലേവറാണ്. അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ കളർ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കലും ഇത്രയും കളറിൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സ്ട്രോബെറി ഒന്നും, പിസ്ത ഒന്നാണെങ്കിൽ അത്ര പ്രശ്നം വരില്ല. അപ്പം കുറച്ച് കളർ 2 or 3 ഡ്രോപ്സ് മാത്രം ചേർക്കുക, ഇത്രയും വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിലേക്ക്. അത്രയും നമുക്ക് വേണ്ടത് വരെയുള്ളൂ. പിന്നെ നമുക്കിത് ഇതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം. നമുക്ക് എത്ര ഫ്രൂട്ട്സ് താല്പര്യമുണ്ടോ അത്രയും ചേർക്കാം. അതുപോലെ ജെല്ലീസ് ഉണ്ടാക്കിയിട്ട് ജെല്ലിയൊക്കെ കട്ട് ചെയ്ത് ചേർക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൽ വേരിയേഷൻസൊക്കെ വരുത്താവുന്നതാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം ആവശ്യമുള്ളൂ. പിന്നെ ഹെൽത്തിയുമാണ്. നമ്മൾ ഈ ഒരു ചേരുവകൾ ചേർക്കുന്നുണ്ടെങ്കിലും കൂടി നമ്മൾ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ള ബാബ്രിബിയോൾ എന്ന് പറയുന്നത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു ബാബറിൻ്റെ കാലത്തൊക്കെ ചെയ്തിരുന്ന നോർത്ത് ഇന്ത്യൻസ് ഇപ്പോഴും ചെയ്യുന്ന ഒരു റെസിപ്പിയാണത്.
അതിൽ കേസർ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാം. പലർക്കും ഇത് ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും, വീട്ടിൽ ട്രൈ ചെയ്യുന്നവരായിരിക്കും. എന്നാലും ഒരിക്കൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രൊപ്പോർഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.